ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെങ്ത് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫൈവിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നും രണ്ടും ചാപ്റ്റേഴ്സും ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, SSCRTയുടെ ഈ കൊല്ലം ഫിഫ്ത്ത് ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിലുള്ള പുതിയ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പക്ഷെ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൽ പറയുന്നില്ല. കുറച്ച് കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളും അവരുടെ ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും കാണുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ടും ഒന്ന് വിലയിരുത്തുന്ന ഒരു ക്ലാസ് ആണ്. അഞ്ചാം തരത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു കുട്ടിക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വരുന്ന ഒരു ക്ലാസ് പോലെയാണ് നമുക്ക് ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ തൊട്ടിട്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന പാഠമാണ്. നമുക്കിതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പോകാം. അപ്പോ ഇതിൽ ആദ്യം വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ് എന്നുള്ളതാണ്. അപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ഡേറ്റുകളും അതിന്റെ സ്പെഷ്യാലിറ്റികളും നമ്മൾ അങ്ങനെ തന്നെ നോക്കണം. അതുപോലെ തന്നെ ഇതിനെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇത്തരം ദിവസങ്ങൾക്ക് വരുന്ന തീം, അതായത് ഓരോ കൊല്ലത്തിലും വരുന്നതിന്റെ തീമിനെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ഈ ഒരു ഡയറിക്കുറിപ്പിലെ ആ കുട്ടികൾ കഴിച്ച പദാർത്ഥങ്ങളെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ മാത്രമാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോകാം. കുറച്ച് നേരത്തിൽ തന്നെ നമുക്ക് കൂടുതൽ ഫാക്ട്സ് കവർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടായിരുന്നു. വേട്ടയാടലായിരുന്നു അവർ ആദ്യം ചെയ്തിരുന്നത്. അപ്പോ ഈ ചിത്രത്തിലേത് കാണുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ ഭക്ഷണ രീതി. പിന്നീട് ഇതിൽ പുരോഗമനങ്ങൾ വരികയും തീവ് കണ്ടുപിടിക്കുന്നു, കൃഷിയിലേക്ക് കടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മുന്നിലുള്ള ചാപ്റ്റേഴ്സിൽ നമ്മളിപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്ലാസ് ഫിഫ്ത്തിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്റേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക, കായ്കനി, വേരുകള്, കിഴങ്ങുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് എന്തായാലും ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. പിന്നീടാണ് ഈ തീയുടെ ഉപയോഗം വരുന്നത്. അപ്പോ ഈ ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നതാണ് മനുഷ്യൻ ആദ്യമായി കാണുന്നത്. അപ്പോ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാം എന്ന് അവർ മനസ്സിലാക്കി. പിന്നീട് അത് ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെയാണ് ഇതിന്റെ ഓരോരോ ക്രമങ്ങളായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ക്രമേണ വേരുകളും കിഴങ്ങുകളും ഒക്കെ ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയുന്നു. പിന്നീട് ഈ ഭക്ഷണത്തിലെ പരിമിതികൾ വരികയാണ്. അതായത് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് വരികയാണ്, ജനസംഖ്യ വർദ്ധിച്ചു, അതുപോലെ പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ കാരണം ഇവർക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ കാലക്രമേണ ഭക്ഷണോൽപാദനം വരുന്നുണ്ട്. അപ്പൊ ഇവര് ആ കൂട്ടത്തില് ഭക്ഷണ ആവശ്യത്തിനായി ഇവർ ആദ്യം ഇണക്കി വളർത്തിയതായിരുന്നു ആട്, ചെമ്മരിയാട് പോലെയുള്ള മൃഗങ്ങള്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇണങ്ങി വളർന്നത് നായ പോലെയുള്ള മൃഗങ്ങളായിരുന്നു. പിന്നെ കൃഷി വ്യാപകമായി അവർ നടത്താൻ തുടങ്ങി. അതിലൂടെ ഭക്ഷണോൽപാദനം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതിനെക്കുറിച്ചുള്ള പോയിന്റ്സ് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ. കൃഷിയിടങ്ങൾ സംരക്ഷിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. അപ്പോൾ കൃഷിയിടങ്ങളുടെ സമീപം ഇപ്പൊ ഈ നദീതടങ്ങളിലാണ് ഈ കൃഷി സ്ഥലങ്ങൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരെ തന്നെ അവിടെ സ്ഥിരതാമസാക്കാണ്. അപ്പൊ അവർക്ക് അതിലൂടെ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. അപ്പൊ ആദ്യകാലത്ത് അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണമാണ് അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് സമ്പാദിക്കാനും അത് ശേഖരിച്ചു വെക്കാനും അവർ തുടങ്ങുകയാണ്. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ആദ്യകാലത്തെ കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് കേട്ടോ. പിന്നീട് മൺപാത്രങ്ങൾ നിർമ്മിക്കാനായിട്ടും മറ്റു കാര്യങ്ങളിലേക്കും ഇവർ കടന്നു. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. എന്താണ് സിന്ധു നദീതട സംസ്കാരം അഥവാ അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ് ഹാരപ്പൻ സംസ്കാരം. ഇവിടെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുരം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഭയങ്കര റെലവെന്റ് ആണോ ചോദിച്ചാൽ അല്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വായിക്കാമെന്ന് മാത്രം. ധാന്യപുര എന്നൊക്കെ പറയുന്നത് ഈ ഹാരപ്പൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ബാക്കി പത്രം ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ.
ഇനി അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ആദിമ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സംഘകാല കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. ഇതാണ് കൈമാറ്റ സമ്പ്രദായം. അപ്പോ ഈ നാണയ വ്യവസ്ഥയൊക്കെ വരുന്നതിന് മുൻപുണ്ടായിരുന്നതാണ് ഈ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഈ കൈമാറ്റ രീതി എന്ന് പറയുന്നത് എന്താണ്? ബാർട്ടർ സമ്പ്രദായമാണ്. പിന്നീട് ഈ ബാർട്ടർ സമ്പ്രദായം മാറി എന്താണ് കച്ചവടങ്ങളിൽ വരികയാണ്. അപ്പൊ ചന്തകൾ വന്നു, പിന്നെ കച്ചവട കേന്ദ്രങ്ങളായി, പിന്നീട് അവ ക്രമേണ നഗരങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത ഉള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള ആൾക്കാർ ഒരു ജീവിത രീതിയിലുള്ള ആൾക്കാർ കൈമാറുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മള് ചിത്രത്തിലെ കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. അവ ഓരോന്നിനെ കുറിച്ചും ലഘുകുറിപ്പ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ കുരുമുളകിനൊക്കെ കറുത്ത പൊന്ന് എന്നാണ് വിളിക്കാന്ന് അറിയാലോ. അത് നമുക്ക് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളക്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം, ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡി ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ ആ, യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. അതായത് പോർച്ചുഗീസുകാരനായിരുന്നു വാസ്കോഡോ ഗാമ എന്നൊരു ഫാക്ട് മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. മറ്റേ ഒരു കാര്യം നമുക്ക് അഡീഷണൽ പറയാണ്. ജസ്റ്റ് അതിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചെലവിനേക്കാളും 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ ഇവർ ഇവിടുന്ന് സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടും മറ്റുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല വിദേശികളും ഇങ്ങോട്ട് വന്നപ്പോ ആ ഒരു കൈമാറ്റം ഈ ഒരു ഇതിന്റെ ഇതായിട്ട് ഭക്ഷ്യവിഭവങ്ങളുടെ ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ. അതായത് ഇപ്പൊ കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, കൈതച്ചക്ക, പപ്പായ, പേരയ്ക്ക മുതലായവയൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇതൊരു കൈമാറ്റത്തിന്റെ രീതിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ പേരയ്ക്കയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ ആണ്. ഈ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്കയ്ക്ക് പറയുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആണ് പേരയ്ക്ക എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടാപ്പിയോക്ക ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതെവിടെയാണ് ജന്മദേശം? ബ്രസീലാണ് അല്ലെ. ഇനി പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരനാണല്ലോ വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നീടാണ് ഈ ഭക്ഷണത്തിലെ അസമത്വത്തിനെ കുറിച്ച് പറയുന്നത്. അതായത് പലതരത്തിലുള്ള അസമത്വം നമ്മുടെ നാട്ടിലെ ഭക്ഷണവും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമാക്കി. അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഈ ജാതി സമ്പ്രദായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാരണം എന്താണ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അനുവദനീയമല്ലായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്ര ഭോജനം നടത്തുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. എറണാകുളത്ത് ചെറായിയിലാണ് വെച്ചിട്ട് മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. ഇനി നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. 1917 മെയ് 29-നാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ ഒരു നേതൃത്വം കൊടുത്തത് കാരണം അദ്ദേഹത്തിന് കുറെ എതിർപ്പ് നേരിടേണ്ടി വന്നു. ജാതി വ്യവസ്ഥ കാരണമായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ റെലവെന്റ് ഫാക്ട് എന്താണ്? 1917 മെയ് 29-നാണ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു മിശ്രഭോജനം എന്ന് പറയുന്ന ഒരു സംഭവം സഹോദരൻ അയ്യപ്പൻ ചെയ്തിട്ടുള്ളത്. അത് എവിടെയായിരുന്നു? എറണാകുളം ചെറായിലായിരുന്നു. ഇനി ഭക്ഷണത്തിന്റെ ക്ഷാമത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. 1943-ലൊക്കെ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുണ്ട്. അതുവഴി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ സമയത്ത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയും അത് കാരണം അവിടെ നെൽകൃഷി വ്യാപകമായിട്ട് നശിച്ചു. അപ്പൊ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. 30 ലക്ഷത്തോളം പേര് പട്ടിണി മൂലം ഇതുവഴി മരണപ്പെടുകയാണ്.
അപ്പോ ദാരിദ്ര്യത്തിലും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായിട്ട്, ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഡേറ്റിനെ കുറിച്ചിട്ടും അത് ലോക ഭക്ഷ്യദിനമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയത് എന്നൊരു ക്വസ്റ്റ്യൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അത് പാസാക്കിയത് എവിടെയാണ്? 2013 നിലവിൽ വരുന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. എന്താണ്? എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിലുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളാണ് ഭക്ഷണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പോഷകസമൃദ്ധമായ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കും. ഇനി നമുക്ക് UN ഓരോ ഇയറും ഓരോ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. മില്ലറ്റ്സ് ഇയർ ആയിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. അതായത് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ പെടുന്നത്? ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അതാണ് നമ്മൾ 2023 മില്ലറ്റ് ഇയർ ആയിട്ട് ആചരിച്ചത്. 2024 എന്താണ്? ക്യാമൽ ഇയർ ആയിട്ടാണ് കേട്ടോ ആചരിക്കുന്നത്. 2024 UN ക്യാമൽ ഇയർ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യ സുരക്ഷ ലോക ഭക്ഷ്യ ദിനത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന 2013 കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് റെലവെന്റ് ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത തേർഡ് ചാപ്റ്റർ ആയിട്ട് വരും. ഓക്കെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയി ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.